അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മിഡിൽ ഈസ്റ്റ് സന്ദർശനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ എന്തൊക്കെ തീരുമാനമാണ് എടുത്തത് എന്ന് പ്രസിദ്ധീകരിക്കണമെന്നുള്ള അഭിപ്രായമൊക്കെ ദക്ഷിണാഫ്രിക്കയുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ്. ഏത് കരാർ വ്യവസ്ഥ പ്രകാരമാണ് അദ്ദേഹം സന്ദർശിച്ചത് എന്നുള്ളതും, ഇസ്രായേൽ സന്ദർശിക്കാത്തതിന്റെ കാര്യവും, അറബ് രാജ്യങ്ങൾ മാത്രം സന്ദർശിച്ചതും, അതോടൊപ്പം തന്നെ പാലസ്തീൻ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യാത്തതും എന്തുകൊണ്ടാണ് എന്നവർ ചോദിക്കുന്നു. അതിൽ അറബ് രാജ്യങ്ങൾ എന്തുകൊണ്ട് അവരോട് പറഞ്ഞിട്ടില്ല എന്നുള്ളതും, മിഡിൽ ഈസ്റ്റ് സന്ദർശിച്ച ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റ് എന്ന നിലക്ക് ഇവിടെ നടക്കുന്ന സംഭവത്തെക്കുറിച്ച് ചർച്ച ചെയ്യാത്തത് എന്താണ് എന്നുള്ളതൊക്കെ വലിയ സംശയം ജനിപ്പിക്കുന്ന കാര്യമാണ് എന്ന തരത്തിലാണ്. അമേരിക്കയിൽ കഴിഞ്ഞ ദിവസം ഇസ്രായേലി എംബസി ഉദ്യോഗസ്ഥരെ വെടിവെച്ച് കൊന്ന സമയത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധം അറബ് രാജ്യങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. നല്ല കാര്യമാണ്. ഭീകരവാദ പ്രവർത്തനങ്ങൾ എവിടെ നടത്തിയാലും പ്രതിഷേധിക്കുകയും എതിർക്കുകയും കുറ്റവാളിയെ ശിക്ഷിക്കുകയും ചെയ്യണം. എന്നാൽ സമാനമായിരിക്കുന്ന സ്ഥിതിയാണല്ലോ ഗസയിൽ നടക്കുന്നത്. അതിന് ഇത്രയും വൈകാരികപരമായ രീതിയിൽ പ്രതികരിക്കാൻ വേണ്ടി അറബ് രാജ്യങ്ങൾ വരാത്തതിൻ്റെ കാര്യത്തെക്കുറിച്ച് ഞങ്ങൾക്ക് സന്ദേഹമുണ്ട് എന്നുള്ളതും ഒരു ഭാഗമായിട്ട് പറയുന്നതാണ്. അപ്പോൾ ഇസ്രായേലുമായിട്ട് ഒത്തിട്ട് എന്തെങ്കിലും കരാർ വ്യവസ്ഥ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് സംശയിക്കുന്ന രീതിയിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് തിരിച്ചു പോയതിനു ശേഷം ഈ മേഖല കേന്ദ്രീകരിച്ച് വലിയ രീതിയിലുള്ള ആക്രമണ പരമ്പര തന്നെയാണ് ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മരണം റിപ്പോർട്ട് ചെയ്യാത്ത ഒരു ദിവസം പോലും ഗസയിൽ നിന്ന് പുറത്തു വരുന്നില്ല. അതോടൊപ്പം തന്നെ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് പട്ടിണി മരണങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു. ഇതൊക്കെ ചരിത്രത്തിൽ ആദ്യമായിട്ടുള്ള കാര്യമാണ്.